2018 ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം, അതുകൂടാതെ ഫുൾ സ്ലീവ് ഷർട്ട് ഇടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി കൃത്യമായിട്ട് തന്നെ ഒരു വിധി അന്ന് പുറപ്പെടുവിച്ചിരുന്നു. ആ ഒരു വിധിയിൽ വ്യക്തമായി തന്നെ ജഡ്ജിയായ മുഹമ്മദ് മുഷ്താഖ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മൗലിക അവകാശം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനിക്കുണ്ടോ, അതുപോലെ തന്നെ സഭകൾ നടത്തുന്ന സ്കൂളുകൾക്കും ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു നിഷ്കർഷ, അതായത് യൂണിഫോം സംബന്ധിച്ച ഒരു നിഷ്കർഷ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, ഒരു സ്കൂൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അന്ന് കോടതി വിധി പ്രസ്താവിച്ചത്. TC വാങ്ങി മറ്റു സ്കൂളുകളിൽ പോകാം. എല്ലാ സ്കൂളുകളിലും ഇതുപോലെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ചില സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചു പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കോടതിയുടെ വിധി വന്നത്. ഈ സ്കൂളിൽ തന്നെ കൂടുതൽ കുട്ടികൾ, അതായത് 50-ലധികം മുസ്ലിം കുട്ടികൾ ഇതേ രീതിയിൽ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ. അവർക്കൊന്നും ഈ പ്രശ്നമില്ല. ഈ കുട്ടി പോലും ഇവിടെ ആ രീതിയിലാണ്, അതായത് ഹിജാബ് ധരിക്കാതെ സ്കൂൾ യൂണിഫോം കൃത്യമായി പാലിച്ചാണ് വന്നിരുന്നത്. പെട്ടെന്നാണ് അതിലൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. SDPI എന്നുള്ള സംഘടനയാണ് ഈ ഒരു പ്ലോട്ടിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അവരെ സംബന്ധിച്ച് ഇതെല്ലാം ടെസ്റ്റ് ഡോസുകളാണ്. കാരണം നമ്മൾ കണ്ടതാണ് കർണാടകയിലെ ഹിജാബ് വിഷയമൊക്കെ. പക്ഷേ ഈ ഹിജാബ് വിഷയത്തിൽ കേരളത്തിൽ വേണ്ടത്ര രീതിയിലുള്ള പിന്തുണ ഇത്തരം സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് അന്യായമാണെന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾ, അത് ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിൽ.